നമ്മുടെ ജീവിതത്തിൽ ദിവസവും എത്ര തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? രാവിലെ എന്ത് കഴിക്കണമെന്നത് മുതൽ കരിയറിലെ വലിയ കാര്യങ്ങൾ വരെ. പക്ഷെ ഒരു തീരുമാനത്തെ ശരിക്കും ഏറ്റവും മികച്ചതാക്കുന്നതെന്താണ്? ഇതിനൊരു ഉത്തരം നമ്മുടെയെല്ലാം കയ്യിലുണ്ട്. ഖുർആനിൽ നിന്ന് തന്നെയുള്ള അതിശക്തമായൊരു വഴികാട്ടി. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണല്ലോ നമുക്കെല്ലാവർക്കും വേണ്ടത്. പക്ഷെ എന്താണ് ഈ ബെസ്റ്റ്? ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോഴോ ഒരാളോട് സംസാരിക്കുമ്പോഴോ എന്തിനാ ഒരു സാധനം വാങ്ങുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുന്ന അളവുകോലുകൾ ശരിയാണോ? ഒരു പക്ഷേ നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ശരിയായ മികച്ചത് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടെത്തിയാലോ? സാധാരണ നമ്മുടെ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാ? ഏറ്റവും അട്രാക്റ്റീവായത്, ഏറ്റവും ലാഭമുള്ളത്, നമ്മുടെ ഈഗോക്കൊരു സുഖം കിട്ടുന്നത് അല്ലേ? പക്ഷെ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അവിടെ മികച്ചത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർഗനിർദ്ദേശം നൽകുന്നത്, ഏറ്റവും ശുദ്ധമായത്, ഏറ്റവും കുറഞ്ഞ ദോഷം ചെയ്യുന്നത്, പിന്നെ ഏറ്റവും മാന്യമായത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്നറിയോ? ആദ്യം നമ്മൾ ഈ മികച്ചത് എന്ന വാക്കിനെ ഒന്ന് പുനർനിർവചിക്കും. പിന്നെ അതിൻ്റെ 6 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതിൽ നിന്ന് ഒരു സിമ്പിൾ ഫോർമുല ഉണ്ടാക്കും. അവസാനം നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 7 സെക്കൻഡ് ടൂളും നമ്മൾ പരിചയപ്പെടും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ പടി മികച്ചത് എന്ന വാക്കിന്റെ പുറമേയുള്ള ഭംഗി മാറ്റി അതിന്റെ ഉള്ളിലേക്ക്, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്കൊന്ന് യാത്ര ചെയ്യലാണ്. അപ്പോൾ എന്താണ് ഈ ഖുർആനികമായ മികച്ചത് അല്ലെങ്കിൽ അഹ്സൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് പ്രധാനമായും 6 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഇവയാണ് ആ ആശയത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും നല്ല തീരുമാനമെന്ന് പറയുന്നത് നിങ്ങളെ കൺഫ്യൂഷനിൽ നിന്നും മാറ്റി ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. അതായത് ദൈവത്തിന്റെ വഴിയിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് 2 ജോലി ഓഫറുകൾ കിട്ടി. രണ്ടും നല്ല ശമ്പളമാണ്. പക്ഷെ ഏത് ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിനൊരു സമാധാനവും ഞാൻ ശരിയായ പാതയിലാണെന്നൊരു ബോധവും കിട്ടുന്നത്? അതാണ് അഹ്സൻ. രണ്ടാമത്തത് പരിശുദ്ധിയും സുരക്ഷയുമാണ്. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണം ഗുഹാവാസികളുടെ കഥയാണ്. അവർ ഭക്ഷണം വാങ്ങിയാൻ പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞത് ഏറ്റവും അസ്ക, അതായത് ഏറ്റവും ശുദ്ധമായ ഭക്ഷണം കൊണ്ടുവരാനാണ്. ഏറ്റവും വില കൂടിയതോ ആഡംബരമുള്ളതോ എന്നല്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും നല്ലതേതാണോ അതാണ് മികച്ചത്. മൂന്നാമത്തെ തത്വം ഇതാണ്: ഒരു മോശം സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാതിരിക്കുക. അതായത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മുടെ പ്രതികരണം ആ തീയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയാണോ അതോ വെള്ളമൊഴിച്ച് കെടുത്തുന്നത് പോലെയാണോ? അതാണ് ചോദ്യം. നാലാമതായിട്ട് വരുന്നത് നമ്മുടെ വാക്കുകളാണ്. ഏറ്റവും നല്ല സംസാരമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള മറുപടി കൊടുക്കലല്ല, മറിച്ച് ഏറ്റവും സത്യസന്ധവും ബഹുമാനമുള്ളതും മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കാത്തതുമായ സംസാരമാണ്. ചില സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല സംസാരമെന്ന് പറയുന്നത് ഒന്ന് മിണ്ടാതിരിക്കുന്നതായിരിക്കും, അല്ലേ? അഞ്ചാമത്തെ പോയിന്റാണ് തഖ്വ. ഇതിനെ നമ്മുടെ ഉള്ളിലുള്ളൊരു കോമ്പസ് പോലെ കാണാം. ആരും കാണാനില്ലാത്തപ്പോഴും നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്ന ഒന്ന്. നമ്മുടെ ഉള്ളിലെ ഈഗോയും അരക്ഷിതാവസ്ഥയുമല്ല, മറിച്ച് ഈ ആന്തരിക കോമ്പസ് പറയുന്നതാണ് ഏറ്റവും മികച്ച തീരുമാനം. അവസാനമായി 6ാമത്തെ തത്വം നമ്മളൊരു ലോങ് ടേം വിഷനോടെ കാര്യങ്ങളെ കാണുക എന്നതാണ്. അതായത് ഇന്നത്തെ ഒരു ചെറിയ സന്തോഷത്തിനു വേണ്ടി മാത്രമല്ല, നാളേക്കും കൂടി, നമ്മുടെ പരലോകത്തേക്കും കൂടി ഗുണമുള്ളൊരു കാര്യമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ 6 കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കാം. മാർഗദർശനത്തിലേക്ക് നയിക്കുന്നത്, ഏറ്റവും ശുദ്ധവും സുരക്ഷിതവുമായത്, ദോഷം കുറയ്ക്കുന്നത്, സത്യസന്ധവും മാന്യവുമായത്, നമ്മുടെ ഉള്ളിലെ തഖ്വയിൽ നിന്ന് വരുന്നത്, പിന്നെ ദീർഘകാലത്തേക്ക് ഉപകരിക്കുന്നത്. ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു തീരുമാനം ശരിക്കും അഹ്സൻ അഥവാ ഏറ്റവും മികച്ചതാകുന്നത്. ശരി, അപ്പോൾ ഈ 6 തത്വങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്ക് എങ്ങനെയൊരു സിമ്പിൾ ഫോർമുലയാക്കി മാറ്റാമെന്ന് നോക്കാം. നമ്മുടെ കയ്യിലൊതുങ്ങുന്ന, എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒന്ന്. ഇതാണ് ആ ഫോർമുലയുടെ കാതൽ. നിങ്ങളെ ദൈവത്തോട് ഏറ്റവും അടുപ്പിക്കുന്നതെന്താണോ, എന്നാൽ അതിൽ തിന്മയോ അഹങ്കാരമോ ദോഷമോ ഉണ്ടാകാനും പാടില്ല. വളരെ സിമ്പിളാണല്ലേ? ഇതിനെ നമുക്ക് ഒരു സമവാക്യം പോലെ കാണാം. ഒരു പൊതുവായ തത്വം, ഉദാഹരണത്തിന് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ളത്. അതിനോടൊപ്പം നിങ്ങളുടെ ആത്മബോധം അല്ലെങ്കിൽ തഖ്വ, പിന്നെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം, ഇത് 3ഉം ചേരുമ്പോഴാണ് നിങ്ങൾക്കേറ്റവും മികച്ച ഉത്തരം കിട്ടുന്നത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് കടക്കുന്നത്. അതായത് ഈ തത്വങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അല്ല പ്രയോഗിക്കാൻ പറ്റുന്നത്. സാഹചര്യമനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ വരും. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നതൊരു പൊതുതത്വമാണ്. പക്ഷേ നല്ല ക്ഷമയും കരുത്തുമുള്ള ഒരാൾക്ക് ചിലപ്പോൾ സൗമ്യമായി പ്രതികരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേസമയം എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്ന ദുർബലനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം
അവിടെ ഉറച്ച അതിരുകൾ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും മികച്ച പ്രവൃത്തി. കണ്ടില്ലേ, തത്വമൊന്നുതന്നെ, പക്ഷേ സാഹചര്യം മാറിയപ്പോൾ ഏറ്റവും നല്ല പ്രവൃത്തിയും മാറി. ദാ വേറൊരു ഉദാഹരണം നോക്കാം. സംസാരത്തിന്റെ കാര്യം. ഒരു സീരിയസ് ഡിസ്കഷനിൽ ഏറ്റവും നല്ലത് ശാന്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. അതേസമയം ഒരു വഴക്കിന്റെ ഇടയിൽ ചിലപ്പോൾ മാന്യമായ ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, അടിസ്ഥാന തത്വം ഒരു നങ്കൂരം പോലെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ സാഹചര്യത്തിനനുസരിച്ച് മാറാം. ശരി, നമ്മൾ ഇത്രയും നേരം തിയറി സംസാരിച്ചു. ഇനി നമുക്കിത് എങ്ങനെ പ്രാക്ടിക്കലായി ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനൊരു കിടിലൻ ടൂളുണ്ട്, നിങ്ങളുടെ 7 സെക്കൻഡ് ഡയഗ്നോസിസ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒരു 7 സെക്കൻഡ്, വെറും 7 സെക്കൻഡ് എടുത്ത് ഈ ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. 1. ഈ തീരുമാനം എനിക്ക് വ്യക്തത തരുന്നുണ്ടോ? 2. ഇതുകൊണ്ട് ആർക്കെങ്കിലും ദോഷം വരാൻ സാധ്യതയുണ്ടോ? 3. ഇതെന്റെ ഈഗോയിൽ നിന്ന് വരുന്നതാണോ? 4. കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു നല്ല തീരുമാനമായിരിക്കുമോ? ഇനി ബാക്കിയുള്ള 3 5. ഈ ഓപ്ഷൻ എന്റെ മനസ്സിനെയും ഉദ്ദേശത്തെയും ശുദ്ധമായി നിലനിർത്തുമോ? 6. ഈ സാഹചര്യത്തിൽ സംസാരിക്കുന്നതാണോ മിണ്ടാതിരിക്കുന്നതാണോ നല്ലത്? 7. ഈ തീരുമാനം കൊണ്ട് കാര്യങ്ങൾ കുറച്ചെങ്കിലും മെച്ചപ്പെടുമോ? ഈ 7 ചോദ്യങ്ങളുണ്ടെങ്കിൽ തിരക്കിനിടയിലും നമുക്ക് ശരിയായ തീരുമാനമെടുക്കാൻ പറ്റും. ഇതൊരു പോക്കറ്റ് ഗൈഡ് പോലെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം ആകെ തുക എന്താണ്? ദാ ഈ ഒരു വാചകത്തിലെല്ലാം ഉണ്ട്. ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് എന്നത് നമ്മുടെ ഉദ്ദേശത്തിൽ ഏറ്റവും ശുദ്ധമായിരിക്കണം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഏറ്റവും കുറഞ്ഞ ദോഷമേ ഉണ്ടാകാവൂ. പിന്നെ അത് നമ്മളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. അപ്പോൾ ഈ ഒരു വഴികാട്ടി, ഈ ഒരു കോമ്പസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഈ കോമ്പസ് ഉപയോഗിച്ച് ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഏറ്റവും മികച്ച തീരുമാനം ഏതായിരിക്കും? ആലോചിച്ചു നോക്കൂ. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.